വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ മത്സരാർത്ഥികളായിട്ട് നമുക്ക് ഒരു ഫാമിലി കിട്ടിയിട്ടുണ്ടെന്ന് പരിചയപ്പെടാം. എന്താ മോളുടെ പേര്? എവ്ലിൻ. സ്ഥലം എവിടെയാ? നിലമ്പൂര്. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഏത് ക്ലാസ്സിലാണ്? 5ല്. ഓക്കെ. അനി ജസ്റ്റിൻ. ഞാൻ സൗദിയിലെ നേഴ്സാ. ജസ്റ്റിൻ ഐസക്. സൗദി തന്നെ. അല്ലല്ല നേഴ്സല്ല, ഞാൻ IT ആണ്. ഹലോ, പേര് പറയോ? ഇസ്രാ സാക് ജസ്റ്റിൻ. എന്തോ? ഇസ്രാ സാക് ജസ്റ്റിൻ. പറയാൻ പറ്റത്തില്ല പേരുള്ള ഇതൊക്കെ. എന്തായാലും എല്ലാവരെയും പരിചയപ്പെട്ടു. നമുക്ക് എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് ആൻസർ ഇഷ്ടമുള്ള ആൻസറൊക്കെ പറയാം, ഞാൻ മാത്രമേ കേൾക്കത്തുള്ളൂ. കുസൃതി ചോദ്യമൊക്കെ അറിയാമല്ലോ അല്ലേ? അറിയാം. ക്ലൂസൊക്കെ ഒരുപാട് തരും. ആരാണോ ഇന്ന് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. ലോകത്തിലെ ഏറ്റവും വലിയ ശ്രമം എന്താണ്? വിശ്രമം. കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? പേ. എന്ത് പേ? ഗൂഗിൾ പേ. ചേട്ടനാണ് ആദ്യം ആൻസർ പേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ ആൻസർ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പട്ടികൾക്ക് ഇഷ്ടപ്പെട്ട അക്ഷരം ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരം. പട്ടികൾക്ക് ഇഷ്ടപ്പെട്ട അക്ഷരം ഇംഗ്ലീഷ് ആൽഫബറ്റിലെ പി. പട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. എന്താണ്? ABCD പറഞ്ഞു. ഞാൻ ഡിയിൽ നിർത്തിയുണ്ട്. ഡി. മലയാളം അല്ല. ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസും ആശ്രയ സമ്മാന പെരുമഴ എന്ന സ്കീമിലൂടെ കിറ്റ് നൽകി വരുന്നു. ഈ കിറ്റ് വാങ്ങുന്നവർക്ക് മുതുകുർശി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ നിന്ന് 100 മീറ്ററിനുള്ളിൽ കോടികൾ വില വരുന്ന 31 സെന്റിൽ 10,000 സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്ന ഇന്റർലോക്ക് ഓളോബ്രിക്സ് കമ്പനി 1ാം സമ്മാനമായും 2ാം സമ്മാനമായി ഇന്നോവ കാറും 3ാം സമ്മാനമായി ആൾട്ടോ കാറും 4ാം സമ്മാനമായി ടീം 5ാം സമ്മാനമായി ഫ്രിഡ്ജും 6ാം സമ്മാനമായി 10 പേർക്ക് ഗോൾഡ് കോയിനും 7ാം സമ്മാനമായി 100 പേർക്ക് സീലിംഗ് ഫാനും നൽകുന്നതാണ്. ഈ സ്ഥാപനം ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിച്ച് ഈ ആശ്രയ സമ്മാന പദ്ധതിയിലൂടെ നൽകി വരുന്ന ഈ കിറ്റ് വാങ്ങുക. 1000 രൂപയാണ് ഒരു കിറ്റിന്. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആംബുലൻസ് എന്ന് തിരിച്ചെഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആംബുലൻസ് എന്ന് തിരിച്ചെഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഫ്രണ്ട് സൈഡിൽ വണ്ടി പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നോക്കുമ്പോൾ ഫ്രണ്ട് മിററിൽ നോക്കുമ്പോൾ അതല്ല, ഇത് കുസൃതി ചോദ്യമല്ലേ? ആംബുലൻസ് എന്ന് തിരിച്ചെഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മറിച്ചെഴുതാൻ പറ്റാത്തതുകൊണ്ട്. ലോ ലെവലിൽ നിന്ന് ബേസ് ലെവലിൽ നിന്ന് ചിന്തിക്കാം. ആംബുലൻസ് തിരിച്ചെഴുതിക്കുന്നത് അക്ഷരം കൊണ്ട്, ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട്. അല്ല, കുറച്ചുകൂടെ ലോ ലെവല്. പോട്ടെ, താഴോട്ട് പോട്ടെ. പണ്ട് ചേട്ടൻ എങ്ങനെയായിരുന്നു അങ്ങനെ പോട്ടെ. ചേട്ടാ അങ്ങനെ പോട്ടെ. ആംബുലൻസ് എന്ന് തിരിച്ചെഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട്? ബേസ് ലെവലിൽ ചിന്തിച്ചാലേ കിട്ടും. ഭയങ്കര ഇതായിട്ട് ചിന്തിച്ചാൽ വ്യത്യാസമല്ല.
പെയിന്റും ഉണ്ട് പെയിന്റ് കൊണ്ടൊന്നല്ല അവിടെ wrong. അവിടെ wrong. എങ്ങനെ പെയിന്റ് ആംബുലൻസ് എന്ന് പറയുന്നത് ഓക്കെ ലെറ്റേഴ്സ് ഓക്കെ സ്റ്റിക്കർ കൊണ്ട് ലെറ്റേഴ്സ് അത് അതെന്തെങ്കിലും പറഞ്ഞാൽ ഓ ഓക്കെ കളർ പെയിന്റ് അല്ലേ അവിടെ ഞങ്ങൾക്ക് കിട്ടണം. അടിച്ചേക്കുന്നേ. കഴിഞ്ഞോ എന്നെ കളിയാക്കിക്കൊണ്ട് ചെയ്തതല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും ഒരു ആൻസർ പറഞ്ഞില്ല. ഓരോ ക്വസ്റ്റ്യനും ഇത് രണ്ടുപേരും പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, സിഗരറ്റ് വലിച്ചാൽ എന്ത് വരും? പുക വരും. കറക്റ്റ് ആൻസർ ആണ്. ഇതുപോലെ ചിന്തിക്കണം. Okay. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കറിയില്ല കാരണം നമ്മള് കഴുതയുടെ പുറകിലും തവളയുടെ മുൻപിലും ഉള്ളത് എന്താണ്? കഴുതയുടെ പുറകിലും തവളയുടെ മുൻപിലും ഉള്ളത് എന്താണ്? വാലല്ല. ലാ. ലാ അല്ല. കഴുതയുടെ പുറകിലും തവളയുടെ മുൻപിലും. കറക്റ്റ് ആൻസർ. ലാ പറഞ്ഞപ്പോ ചേച്ചി അവിടെ കയറി പിടിച്ചു. അക്ഷരാണെന്ന് മനസ്സിലായി. എങ്കിൽ പിന്നെ ഒന്ന് ശ്രമിച്ചു കളയാം അല്ലേ? അങ്ങനെ കിട്ടിയതല്ലേ? Yes, എനിക്ക് മനസ്സിലായി. 3 ക്വസ്റ്റിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഞാൻ പകൽ ഉറങ്ങുകയും രാത്രിയിൽ കരയുകയും ചെയ്യും. ഓരോ പ്രാവശ്യം കരയും തോറും ഞാൻ ചെറുതായി ചെറുതായി വരും. ഞാൻ പകൽ ഉറങ്ങുകയും രാത്രിയിൽ കരയുകയും ചെയ്യും. പക്ഷെ ഓരോ പ്രാവശ്യം കരയുമ്പോഴും ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ട് വരും. ഒരു ക്ലൂ പറയാവോ? എന്താണ്? പകൽ ഉറങ്ങുകയും രാത്രി കരയുകയും ചെയ്യും. രാത്രി മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ. അതുകൊണ്ടാണ് കരയുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ കറണ്ട് ഇല്ലാത്ത സമയത്തേക്ക് നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. മെഴുകുതിരി. മെഴുകുതിരി കണ്ടോ? അത് പറഞ്ഞപ്പോ കിട്ടി മെഴുകുതിരി. അയ്യോ, അത് കൈയടിക്കണ അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ 3 പേര്, നമ്മൾ 4 പേരേ ഉള്ളൂ സ്ക്രീനിൽ. എങ്കിലും ഇവിടെ ഉണർവ് വരത്തുള്ളൂ. അപ്പൊ നിങ്ങളും കൂടി ഒന്ന് കൈയടിക്കണം കേട്ടോ. ഇത് നല്ല കൈയടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചേട്ടാ 3 ക്വസ്റ്റ്യൻ ആൻസർ ആയല്ലോ. ഞാൻ 5-6 പറഞ്ഞപ്പോ ചേച്ചി 2 അല്ലേ? 2 ചേച്ചി 3, ഇവിടെ 2. യെസ്, കറക്റ്റ് ആണ്. അത്രേ പറഞ്ഞുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ആയിരക്കണക്കിന് വാക്കുകളുള്ള 10 അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? ആയിരക്കണക്കിന് വാക്കുകളുള്ള 10 അക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? ആയിരക്കണക്കിന് വാക്കുകൾ അതിനകത്തുണ്ട്. 10 അക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക്. 10 വാക്കുകൾ. നമുക്ക് ഏതെങ്കിലും ഒരു വാക്കിന്റെ മീനിങ് ഒക്കെ അറിയില്ലെങ്കിൽ ഇവിടെ പോയി നോക്കും. ഡിക്ഷണറി. കറക്റ്റ് ആണ്. ഡിക്ഷണറി. 10 വാക്കുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 7. ആൻസർ ഡിക്ഷണറിയാ? ഡിക്ഷണറി കറക്റ്റ് ആൻസർ ആണ്. 8 ക്വസ്റ്റ്യൻ ആയി. ഇവിടെ 4 ക്വസ്റ്റ്യൻ ശരിയാക്കി. ഇവിടെ 2 അല്ലേ? 9ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരി, അതിന്റെ ആൻസർ എന്താണെന്നോ? ഫ്രൈഡേക്ക് ശേഷം തേഴ്സ്ഡേ വരുന്നത് എപ്പോഴാണ്? എവിടെയാണ്? ഫ്രൈഡേക്ക് ശേഷം തേഴ്സ്ഡേ വരുന്നത് എവിടെയാണ്? സാധാരണ തേഴ്സ്ഡേ കഴിഞ്ഞാണല്ലോ ഫ്രൈഡേ വരുന്നത്. ഇത് ഫ്രൈഡേക്ക് ശേഷമാണ് ഫ്രൈഡേക്ക് ശേഷം ഈസ്റ്റർ വരും. ഫ്രൈഡേക്ക് ശേഷം തേഴ്സ്ഡേ വരും. എവിടെയാണ്? ക്ലൂ പറയുമോ? ക്ലൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസിനകത്ത് ആ ഒരു ആൻസർ ആണ്. നിങ്ങൾ ഇത്രയും നേരം ഞാൻ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലേ? ആ ക്വസ്റ്റ്യന്റെ ആൻസറിനകത്ത് ഇതിന്റെ ആൻസർ ഉണ്ട്. ഫ്രൈഡേക്ക് ശേഷം തേഴ്സ്ഡേ വരുന്നത്. സാധാരണ തേഴ്സ്ഡേ കഴിഞ്ഞിട്ടാണ് ഫ്രൈഡേ വരുന്നത് അല്ലേ? ഇത് ഫ്രൈഡേക്ക് ശേഷമേ തേഴ്സ്ഡേ വരത്തുള്ളൂ. ഏതാണ്? എവിടെയാണ്? കലണ്ടറിലല്ല. ഡയറി. ഡിക്ഷണറി. പറഞ്ഞില്ലേ? 5 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ഒരു ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. തേനീച്ച എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ട്? രസകരമായ ആൻസർ പറയണേ. തേനീച്ച എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ട്? സൗണ്ട് ഉള്ളതുകൊണ്ട്. അതിന് ഒരു സാധനം. തേനീച്ച എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ട്? വാവുണ്ട്. രസകരമായ ആൻസർ പോരട്ടെ. രസകരമായ ആൻസർ. മൂളിക്കൊണ്ട് നടക്കുന്നത്. മൂളുക. നമുക്ക് ഒരു കാര്യം അറിഞ്ഞുകൂടാത്ത സമയത്തല്ലേ നമ്മൾ ആ ഒരു കാര്യം ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കുന്നത്. അപ്പൊ എന്ത് കാര്യം? വർത്താനം പറയാൻ അറിയത്തുണ്ടോ? അതല്ല, മൂളിക്കൊണ്ട് നടക്കുന്നത്. നമ്മൾ മൂളുന്നത് എപ്പോഴാണ്? പാട്ടറിയാത്തത്. പാടാൻ അറിയാത്തത്. അപ്പോൾ എന്താണ് ചേച്ചിയുടെ പേര്? അനി. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി
അനുചേച്ചിയാണ്. ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട്. നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിൻ്റെ റിപ്പോർട്ടറായ അനുജ പ്രകാശിനെ ക്ഷണിച്ചുകൊള്ളും. ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ ബൈ. ആശ്രയ സമ്മാന പെരുമഴയുടെ ഒരു കൂപ്പൺ എടുക്കാനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൻ്റെ, അതായത് ഒരു വോഡഫോൺ കെയർ ഉണ്ട്, നമ്മുടെ ഗവൺമെൻറ് പ്രസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ആ വോഡഫോൺ സംബന്ധിച്ചുള്ള എല്ലാ സേവനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതോടൊപ്പം നമുക്ക് തന്നെ ഈ ഒരു പരിപാടിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു തന്ന ഒരു വ്യക്തിയും കൂടെയാണ്. നമ്മളെ ആറ്റുകാൽ പൊങ്കാലയുടെ ലൈവ് ആയിരക്കണക്കിന് ആൾക്കാരാണ് കണ്ടത്. ആ ഒരു ലൈവ് നമുക്കിവിടെ നടത്തുവാനുള്ള ഏകദേശം അതിന് വേണ്ടുന്ന നെറ്റും എല്ലാം തന്നെ ഞങ്ങളെ സഹായിച്ചത് ഇവിടുത്തെ ഈ വോഡഫോൺ കെയറിലെ സജിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായി VMTV ന്യൂസിൻ്റെ ഒരു ആശംസ ഞങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ആ ഒരു വോഡഫോൺ കെയർ എല്ലാ ജനങ്ങളിലും എത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ദൈവം തരട്ടെ. എന്തായാലും നമ്മുടെ ആശ്രയ സമ്മാന പെരുമഴ എന്ന ഇതിലൊരു ഈ ഒരു കിറ്റ് വാങ്ങാൻ നിങ്ങൾ കാണിച്ച ഒരു മനസ്സ്, കാരണം കേരളത്തിനകത്ത് നിരവധി ആൾക്കാരാണ് വീടില്ലാത്തവരും, അതുപോലെ തന്നെ ഈ അസുഖബാധിതരും, അതേപോലെ വീട് ജപ്തിയായി ഇനി എന്ത് ചെയ്യണം, ആത്മഹത്യ മാത്രം മുന്നിലുള്ള ഒരവസ്ഥയിലുള്ളവരെ ഒരു കണ്ണീരിൽ കുതിർന്ന ഒരു കിറ്റാണ് ഈ ആശ്രയ സമ്മാന പെരുമഴ എന്നൊരു കിറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൗത്യം 100 പേർക്ക് വീട് വെച്ച് കൊടുക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചാനലും പബ്ലിക് ട്രസ്റ്റ് കൂടിയായ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ഇതിനോടൊപ്പം ഇറങ്ങി തിരിച്ചത്. അതെ അതെ. ഇത് വന്നിട്ട് നമ്മളെ തിരുവല്ലയുള്ള സജിച്ചേട്ടൻ്റെ വീടാണ്. ഇതിൽ 1ാം സമ്മാനം. അത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം കുറച്ച് പണികൾ, 2 നില വീടാണ്, 950 സ്ക്വയർ ഫീറ്റും 13 സെൻറ്റും. നല്ല മെയിൻ റോഡ് സൈഡിലാണ് ഈ ഒരു വീട്. അദ്ദേഹത്തിന് കടബാധ്യത ആയതുകൊണ്ടാണ് ഞങ്ങളെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സമ്മാന പദ്ധതി ഏർപ്പെട്ടത്. അതോടൊപ്പം അദ്ദേഹം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്നോവ കാറാണ് ഇതിന് 2ാം സമ്മാനമായി നൽകുന്നത്. 3ാം സമ്മാനം ഒരു ഓൾട്ടോ കാറ്, 4ാം സമ്മാനം വന്നിട്ട് ഒരു പുതിയ ബൈക്കാണ്, 5ാം സമ്മാനം 10 പേർക്ക് ഗോൾഡ് കോയിനും, 6ാം സമ്മാനം 25 പേർക്ക് സീലിംഗ് ഫാനും, മറ്റ് നിരവധി സമ്മാനങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്നതിനാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയായി ജനങ്ങളുടെ മുന്നിൽ ഈ ഒരു പൊങ്കാല നാളിൽ തന്നെ ഞങ്ങൾ ഇറങ്ങിയത്. അതേപോലെ ഓൺലൈൻ വഴി ഞങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങാൻ പറ്റും. ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓഫീസ് അറിയാമല്ലോ, ശാന്തിനഗറിലാണ് പ്രവർത്തിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു കിറ്റ് ഞങ്ങളിൽ നിന്ന് വാങ്ങിയത് ഏറ്റവും ഒരു ദൈവ അനുഗ്രഹമായി ഞങ്ങൾ കണക്കൂട്ടുന്നുണ്ട്. ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പറയാം? നിങ്ങളുടെ നല്ലൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സമ്മാന പദ്ധതിയിൽ തന്നെ പങ്കെടുത്തത്. മാത്രമല്ല ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ ഇന്നത്തെ ദിവസം തന്നെ അറിയായിരിക്കും ഒരുപാട് ജനങ്ങൾ ഈ പദ്ധതി ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാഗ്യങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത്. ഇത് നമുക്ക് നല്ലൊരു ഭാഗ്യമാവട്ടെ. അതിൻ്റെ കൂടെ തന്നെ മറ്റേ ഈ ഇങ്ങനൊരു കടബാധയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു സഹായഹസ്തമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമ്മൾ 12 വർഷമായി ഇങ്ങനെ വോഡഫോൺ ഐഡിയയുടെ ഷോറൂം ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിലുള്ള ജനങ്ങളുടെ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ പല മേഖലകളിലും നമുക്ക് ബന്ധപ്പെട്ട് നിൽക്കാനും സാധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ പദ്ധതി എത്രയും പെട്ടെന്ന് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ TV-ക്കും അതുപോലെ നല്ല ഓൾ ദി ബെസ്റ്റ്. നല്ല പരിപാടിയായിരുന്നു നിങ്ങളുടെ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നല്ലൊരിതാണ്. ആദ്യമായിട്ടാണെങ്കിൽ വാങ്ങണം. പൊങ്കാല ക്ഷീണമൊന്നുമില്ല, ഒരു ക്ഷീണവും ഒരു ചൂടത്തെ ഒരു ക്ഷീണമില്ല, ഒന്നുമില്ല. നല്ല വെയിറ്റ് നിന്നിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. എന്തായാലും ഈ ഗവൺമെൻറ് തിരുവനന്തപുരം
ജില്ലയിൽ നമ്മളെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ തൊട്ട് താഴെയായി ഗവൺമെൻറ് പ്രസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു വോഡഫോൺ കെയർ പ്രവർത്തിക്കുന്നത്.